നമസ്കാരം. റഷ്യയുമായുള്ള വ്യാപാരം തുടർന്നാൽ കൊല്ലുമെന്നും തിന്നുമെന്നുമൊക്കെ ഭീഷണി മുഴക്കിയിട്ടും വൻ സാമ്പത്തിക ഭാരം നൽകി ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയെ പിടിച്ചുലയ്ക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഉയർന്ന താരിഫ് ഇന്ത്യക്കുമേൽ കെട്ടിവെക്കുകയും ഒക്കെ ചെയ്തിട്ടും അണ്ണുവിട കുലുങ്ങാതെ മോദി നിലയുറപ്പിച്ചപ്പോൾ ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്കയുടെ തലവൻ സാക്ഷാൽ ട്രംപ് പോലും ഒന്ന് ഭയന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനു പുറമെ ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ ഒരു സഖ്യമുണ്ടാക്കുകയും അതിന്റെ അമരത്ത് മോദി ഇരിപ്പിടം ഉറപ്പിക്കുകയും ചെയ്താൽ ലോകത്തിന്റെ തുടിപ്പ് മോദി നിയന്ത്രിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയപ്പോൾ മോദിക്ക് മുന്നിൽ മുട്ടുമടക്കി ഉപേക്ഷിക്കുമെന്ന് ആക്രോശിച്ച് വിറപ്പിച്ചിരുന്ന വ്യാപാര കരാർ വീണ്ടും പുനഃസ്ഥാപിക്കാനും ഇന്ത്യയുമായും മോദിയുമായും സൗഹൃദം സ്ഥാപിക്കാനും ട്രംപ് മുന്നിട്ടിറങ്ങേണ്ടി വന്നു. മോദിക്ക് ശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നില്ല, വിറപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടായിരുന്നില്ല, ചന്ദ്രഹാസം മുഴക്കിയില്ല. പകരം മൗനമായ അടുത്ത നിലപാടിലേക്ക് മുന്നേറി. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് സമയം കളയാതെ ചെയ്തു കാണിക്കാൻ തുടങ്ങി. ട്രംപ് കാൽക്കൽ സാഷ്ടാംഗം വീണ് മാപ്പ് പറഞ്ഞ് വീണ്ടും വ്യാപാര കരാറിന് മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിനു പിന്നാലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ US വ്യാപാര ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നേറുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. US ചീഫ് നെഗോഷിയേറ്റർ ബ്രെൻലൻ ലിഞ്ചിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ ശുഭകരമായ രീതിയിൽ അവസാനിക്കുമെന്ന സൂചനയും മന്ത്രാലയം നൽകുന്നു. തലസ്ഥാനത്തെ വാണിജ്യ ഭവനിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചർച്ചകളിൽ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ ആയിരുന്നു ഇന്ത്യ സഖ്യത്തെ നയിച്ചത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേര് പറഞ്ഞ് ഓഗസ്റ്റ് 27 മുതൽ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തിയതിനെ തുടർന്ന് വ്യാപാര ചർച്ചകൾ നിർത്തിവെച്ച സാഹചര്യത്തിലുള്ള സന്ദർശനവും ചർച്ചകളും മികച്ച മുന്നേറ്റമായും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യ US ഇടയിലെ ഉഭയപക്ഷീയ വ്യാപാരത്തിന്റെ ശാശ്വത പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് ചർച്ചകൾ മികച്ചതും ഭാവി ലക്ഷ്യം വെക്കുന്നതുമായിരുന്നു. വ്യാപാര കരാറിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊണ്ട് ഉഭയകക്ഷിയുമായ പ്രയോജനകരമായ ഒരു കരാറിനായുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചു എന്നാണ് ചർച്ചകൾക്ക് പിന്നാലെ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത്. പുതിയ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം മാറ്റിവെക്കപ്പെട്ട 6ാം റൗണ്ട് വ്യാപാര ചർച്ചകൾ ഇനി ഉടൻ ആരംഭിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലിനെയും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഉയർന്ന സംരക്ഷണ നടപടികളെയും എതിർക്കുന്നതാണ് കരാർ നിലവിൽ വരുന്നതിലെ പ്രധാന വെല്ലുവിളി. ഒരു പരിഹാരത്തിനായി ഇന്ത്യയുടെ റെഡ് ലൈനുകൾ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നും ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. US ചുമത്തിയ 25% അധിക തീരുവ നീക്കം ചെയ്യാതെ അർത്ഥവത്തായ ചർച്ചകൾ ആരംഭിക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഓഗസ്റ്റ് 7 മുതലാണ് 25% പകരം തീരുവയും പിന്നീട് റഷ്യൻ എണ്ണ വാങ്ങലിന്റെ പേര് പറഞ്ഞ് 25% അധിക തീരുവയും ചുമത്തി തുടങ്ങിയത്. ഇതോടെ മൊത്തം തീരുവ 50%. ഇതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുമെന്ന് US പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോഴും റഷ്യയിൽ നിന്ന് പഴയതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് എണ്ണ ഒഴുകുന്നുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളിൽ നിന്നും സമവായ ശബ്ദങ്ങൾ ഉയർന്നതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിലനിർത്തിക്കൊണ്ട് തന്നെ US നിന്നുള്ള ഊർജ്ജ വാങ്ങൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു സാധ്യമായ പരിഹാരമെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. കാർഷിക ഇറക്കുമതിയെ സംബന്ധിച്ച USന്റെ ആശങ്കകൾക്ക് ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ മനുഷ്യോപഭോഗത്തിന് അനുവദിക്കില്ല എങ്കിലും മൃഗങ്ങളുടെ തീറ്റയ്ക്കായി ഇറക്കുമതി പരിഗണിക്കാമെന്നും ഇന്ത്യ സൂചന നൽകിയിട്ടുണ്ട്. വലിയ വിട്ടുവീഴ്ചകളില്ലാത്ത ഒരു വ്യാപാര കരാർ വേണമെന്ന് ഇന്ത്യൻ കയറ്റുമതിക്കാരും ആവശ്യപ്പെടുന്നു. കാലതാമസം US വിപണിയിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട 25% തീരുവ US പിൻവലിക്കാതെ രാഷ്ട്രീയമോ സാമ്പത്തികവുമായ ഒരു മുന്നേറ്റവും സാധ്യമല്ല എന്നും റഷ്യൻ വ്യാപാരം അവസാനിപ്പിച്ചാൽ അതിനുള്ള ബദൽ മാർഗങ്ങൾ സാമ്പത്തിക ബാധ്യത വരുത്താതെ ട്രംപ് ഉറപ്പു നൽകാതെയും മോദി അണുവിട വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോഴും തയ്യാറല്ല. ഇന്ത്യയിലെ 700 ദശലക്ഷം വരുന്ന കർഷകരുടെ ഉപജീവന മാർഗമായ കൃഷിയും ഡയറി മേഖലയും വ്യാപാര കരാറിനായി വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഉറച്ച നിലപാടിന് മുന്നിൽ ട്രംപിന് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്.